അവർക്ക് 32 വയസ്സായിരുന്നു. അടുത്തിടെയായിരുന്നു വിവാഹം. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ചു. ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്നത് പോലെ ജീവിതം അവർക്ക് തികച്ചും മനോഹരമായിരുന്നു. അപ്പോഴാണ് ആ വാർത്ത അവരെ തേടിയെത്തിയത്. സ്റ്റേജ് 4 ക്യാൻസർ. ഡോക്ടർമാർ അവർക്ക് 6 മാസത്തെ ആയുസ്സാണ് പ്രവചിച്ചത്. തുടർന്ന് നടന്ന കീമോതെറാപ്പി അവരുടെ ശരീരത്തെ പൂർണ്ണമായും തളർത്തിക്കളഞ്ഞു. മുടി മുഴുവൻ കൊഴിഞ്ഞുപോയി. ശരീരഭാരം 40 കിലോ കുറഞ്ഞു. ഭക്ഷണം കഴിക്കാനോ നടക്കാനോ ഉള്ള ശക്തി പോലും ഇല്ലാതായി. മുറിയിൽ നിന്ന് മുറിയിലേക്ക് എടുത്തു നടന്നുകൊണ്ട് ഭർത്താവ് അവരുടെ കൈകളും കാലുകളുമായി മാറി. ഓരോ രാത്രിയും തന്റെ അവസാന രാത്രി ആയിരിക്കുമെന്ന് അവർക്ക് തോന്നി തുടങ്ങി. ഒരു സായാഹ്നത്തിൽ രോഗം തന്നിൽ വരുത്തിയ മാറ്റങ്ങൾ കണ്ട് കരഞ്ഞുകൊണ്ട് അവർ ഭർത്താവിനോട് പതുക്കെ പറഞ്ഞു, എന്നെ വിട്ടേക്കൂ, മറ്റാരെങ്കിലും കണ്ടെത്തി ജീവിക്കൂ. താങ്കൾക്ക് ഒരു നല്ല ജീവിതം അർഹതപ്പെട്ടതാണ്. അയാൾ അവരുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് കണ്ണുകളിൽ നോക്കി പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചത് നിന്റെ മുടിയല്ല, നിന്റെ ആരോഗ്യത്തെയുമല്ല, നിന്നെയാണ്. നമ്മൾ ഒരുമിച്ച് ഇതിനെതിരെ പോരാടും. 6 മാസം കടന്നുപോയി. അവർ മരണത്തിന് കീഴടങ്ങിയില്ല. 1 വർഷം കഴിഞ്ഞു. അവർ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ സംഘത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ക്യാൻസർ കോശങ്ങൾ പിൻവലിയാൻ തുടങ്ങി. രോഗം പൂർണ്ണമായി മാറി. 5 വർഷങ്ങൾക്ക് ശേഷം അവർ പൂർണ്ണമായും രോഗവിമുക്തയായെന്ന് ഡോക്ടർമാർ വിധി എഴുതി. 10 വർഷങ്ങൾക്ക് ശേഷം അവർ ഇന്ന് 3 ആരോഗ്യമുള്ള കുട്ടികളുടെ അമ്മയാണ്. പണ്ട് കിടപ്പുമുറിയിലെ തറയിലൂടെ പോലും നടക്കാൻ കഴിയാതിരുന്ന അതേ ശരീരം കൊണ്ട് അവർ ഇന്ന് മാരത്തോൺ ഓടിത്തീർക്കുന്നു. ഓരോ മാരത്തോണിലും അവർ ധരിച്ചിരുന്നത് ഒരേ സന്ദേശം എഴുതിയ ടീഷർട്ടുകളായിരുന്നു. അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: ഡോക്ടർമാർ എനിക്ക് 6 മാസം തന്നു, ദൈവം എനിക്ക് ഒരു ജീവിതകാലം തന്നു. ഓരോ ഓട്ടപ്പന്തയത്തിന്റെയും അവസാന വരി കടക്കുമ്പോൾ അവരുടെ ഭർത്താവ് ഇപ്പോഴും അവരെ കൈകളിൽ കോരിയെടുത്ത് ഫിനിഷിംഗ് ലൈൻ മറികടക്കുന്നു. അവർക്ക് ശക്തിയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ജീവിതത്തിൽ എല്ലാ കൊടുങ്കാറ്റുകളിലും അവരെ താങ്ങിക്കൊള്ളാമെന്ന് അയാൾ വാക്ക് നൽകിയിരുന്നു. അയാൾ ആ വാക്ക് പാലിക്കുകയാണ്. നിങ്ങളിപ്പോൾ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ് നേരിടുന്നതെങ്കിൽ ഇതൊന്ന് ഓർക്കുക. ഈ കൊടുങ്കാറ്റും കടന്നു പോകും. മുന്നോട്ട് തന്നെ പോവുക. നിങ്ങളുടെ രോഗനിർണയമല്ല നിങ്ങളുടെ വിധി നിശ്ചയിക്കുന്നത്. മനുഷ്യന്റെ കരങ്ങളല്ല നിങ്ങളുടെ ജീവിതത്തിലെ അവസാന അധ്യായങ്ങൾ എഴുതുന്നത്. ദൈവത്തിന്റെ കരങ്ങളാണ് ആ അധ്യായങ്ങൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾ ഇന്ന് സ്വന്തം ജീവിതത്തിൽ ഒരു പോരാട്ടം നയിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും അറിയാമെങ്കിലോ താഴെ കീപ് ഗോയിങ് എന്ന് രേഖപ്പെടുത്തുക. ഈ കരുത്ത് അവർക്കായി പങ്കുവയ്ക്കും. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.